ഫാമിലിയിൽ പോയാലും ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയ ഒരേ ആവാസം. അങ്ങനൊക്കെ വിളിക്കാം. ഈ അമ്മ ഇരിക്കുന്നുല്ലേ, ഈ അമ്മയാണ് ശരിയല്ല, ഒരു മെച്ചൂരിറ്റി ഇല്ല 50 വയസ്സായിട്ട്. ഒരു இடத்துல கூட்டிட்டு போறதுக்குள்ள நம்மள மண்ட வெடிச்சு பயங்கர பிரச்சனை. ആരോ ഒരാൾ ഉങ്ക അക്ക സിംഗറാ ചോദിച്ചപ്പോ അവ സിംഗറിലാ അല്ല കോമാളി. അങ്ങനെ അവനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറാ, അവനെ അറിയാം എഞ്ചിനീയർ. എന്നടാ പഠിച്ചേ? നിനക്ക് സ്വന്തം ബ്രദറിന്റെ കാര്യം എനിക്കാണോ നിനക്കാണോ അറിയാം? പഠിച്ചേ നീ എന്നെ വിചാരിച്ചോ? നീ ഏത് കോട്ടാളത്തിലാടി ഇരിക്കാതെ? അപ്പൊ സുന്ദറിനെ ഉമ്മ വെച്ചപ്പോ ഞങ്ങളെല്ലാം കളിയാക്കി, പെണ്ണുമ്മ കൊടുക്കുന്നു. ഞാനൊക്കെ ഇതൊക്കെ പറഞ്ഞ കളിയാക്കി. അവനൊന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് ശിവാനിക്ക് കൊടുത്തു. എനിക്ക് ഉമ്മ വേണമെന്ന് പറഞ്ഞു. ഭയങ്കര സുന്ദരിയാണ്. ഞാനും ഉമ്മയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവരെ കാണുന്നു. എന്നെ കൂട്ടിക്കൊണ്ട് പോവില്ലെന്നാ. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലിപ്പോ എന്ത്? ആര് വിളിക്കും? ഞാൻ എന്റെ ഹസ്ബൻഡ് ഇവിടെ പോകും. അമ്മയുടെ ഹസ്ബൻഡ് ഇവിടെ പോകും അല്ലേ? ഞങ്ങള് മോൻ എന്ത് ചെയ്യും? അവനൊരു ഫോറിൻ കുട്ടിയെ കല്യാണം അയക്കണം ആഗ്രഹം. അപ്പൊ അവന്റെ ഭാര്യനെ കുട്ടിച്ചു പോകും. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല, മിണ്ടില്ല, മിണ്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല, നീ ചിരിമണി ചിലമ്പൊളി കേട്ടില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. നമുക്ക് ചോദിച്ചു പോവാം. ഇപ്പം നമുക്ക് എല്ലാവരും കാണും രണ്ടുപേരുടെ ക്വസ്റ്റനാണ്. ഒരു പേഴ്സണൽ ഫേവറേറ്റ് സോങ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് പോകുന്നു, ചിലപ്പോൾ ഒരു സോളോ ഡ്രൈവ് ആവാം, അല്ലെങ്കിൽ എപ്പോഴും ഒരു കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു സോങ് എന്നുള്ള ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരു ടോപ്പ് 2 പറയുവാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കാം? ഇറ്റ് ക്യാൻ ബി മെലഡി ആയിരിക്കാം, മെലഡി സോങ്സ് ആയിരിക്കാം, എന്തോ ആവാം. അങ്ങനെ ഒരു ടോപ്പ് 2 ഒരു പാട്ട് ഏതാണ്? യുവർ പേഴ്സണൽ ഫേവറേറ്റ് സോങ്. 2 songs. ടോപ്പ് 2 അങ്ങനെ നിറയുണ്ടല്ലോ. മലയാളം, തമിഴാ? തമിഴ്. തമിഴ് എനിക്ക് വീക്കിലി മാറൂല. ടോപ്പ് 2 ലൂപ്പ്, ഏറ്റവും കൂടുതൽ ലൂപ്പിൽ കേട്ടോണ്ടിരുന്ന ഒരു സോങ് ഒരു ടൈമിലും ആയിരിക്കും. ഏറ്റവും കൂടുതൽ ലൂപ്പ്. എനി മെലഡി? അത് ഞാൻ സിനാരിയോ വെച്ച് പറയട്ടെ. ഓക്കേ. ഇപ്പൊ ആരെങ്കിലും എനിക്ക് റിവഞ്ച് എടുക്കണം, അങ്ങനെയാണെങ്കിൽ അനിരുദ്ധിന്റെ ഒരു പാട്ടുണ്ട് റെമോ പടത്തില്. അങ്ങനെ ഒരു പാട്ടുണ്ട്. എല്ലാ സോങ്സും നല്ല സോങ്സ് ആണ്. അതാണ് അതിലൊരു പാട്ട്. അതിൽ റെമോല് കീഴെ വന്ന് മേലെ ഏറി തൂക്കിട്ടാനേ അങ്ങനെ ഒരു നടുവിലൊരു ലൈൻ ഉണ്ട്. അത് എന്നിട്ട് എതിർ നീച്ചലടി. അത് ഇപ്പൊ സോകമായിരുന്നെങ്കിൽ സോകപ്പാട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാനൊരു ഗംഭീരമായ ഒരാൾ. അങ്ങനെ ഈ അരിമ പാട്ടില്ലേ, അത് പാടിക്കേ. ഇത് അരിമ നാനോ 1000 അരിമ ഉൻപോൽ പൊന്മാൽ കടിത്താലമ്മ സുമ്മാ വിടുമ രാജാത്തിയിലെ വരുമ്പോ എനിക്ക് ഒരു അങ്ങനെ പവർഫുൾ ലേഡി. അത് എന്നിട്ട് സോകമായിരിക്കുമ്പോ ഞാൻ വന്ന് സോഗമ അങ്ങനെ വന്നപ്പോ ഒരു പാട്ട്, ഇപ്പൊ റീസെന്റ് ഒരു പാട്ട് വന്നിട്ടുണ്ട്, തേൻ സുടരെ എന്ന് പറഞ്ഞോണ്ട് പാട്ട്. തേൻ സുടരെ. അത് ഇല്ലെങ്കിൽ ഈ അനിരുദ്ധിന് വന്ന് രണ്ട് കാതൽ എന്ന് പറഞ്ഞിട്ട് കാതൽ കാത്തു വാക്കല 2 കാതൽ. ഇവൻ പിരിയ പോകിരാൻ അങ്ങനെ ഒരു പാട്ട്. അത് കഴിഞ്ഞിട്ട് ലവ് മൂഡിലിരുന്നെങ്കിൽ, എനിക്ക് എന്റെ ലവ് സ്റ്റോറി വന്ന് അവൻ ലവ് അങ്ങനെ ഇരുന്നെങ്കിൽ എനിക്ക് വന്ന് ഈ പാട്ട് പോലെ ഇരിക്കാം. ഇപ്പൊ റീസെന്റ് റഹ്മാൻ സാറിന്റെ വന്ന പാട്ടാ. നനച്ചതോ മനസ്സ് മയങ്കത്, മനസ്സ് മയങ്കിതാ മുത്തം കേക്കുത്, മുത്തം കേട്ടതോ മുഖം സെവന്തത്, മുഖം സെവന്തതോ ഇതയം തിരന്തതേ. ഇങ്ങനെ ഒരു പാട്ട്. അയ്യോ അത് കേട്ടിരി റൊമാൻറ്റിക് മൂഡ്. ഇപ്പൊ ഒരു റഹ്മാൻ സാറിന്റെ ഒരു മറ്റേ ഡബിങ് പാട്ട് മറ്റേ ഇത് പാടിയല്ലോ, അതേതായിരുന്നു? ഏത്?
മറ്റേ വാട്ടർ പാക്കറ്റ് വാട്ടർ പാക്കറ്റിന്റെ മലയാളം പാടി. ഡാൻസും ഭയങ്കര അതിന്റെ മലയാളം പാടി, പിന്നെ ഇപ്പൊ വേറൊരെണ്ണം പാടി. എന്നിട്ട് വിദ്യാസാഗർ സാറിന്റെ പാട്ട്, ഒരു പാട്ടുണ്ട് ഇത്, അയ്യോ കരിമിഴി കുരുവിയെ കണ്ടീല പണ്ടേ എന്നോടൊന്നും മിണ്ടീല. ആ പാട്ടിൽ അത് കേരളത്തിന്റെ നാഷണൽ ആന്തായിരുന്നു. ഒരു ടൈമിലല്ലേ ഇല്ല, അത് ഞാൻ പാട്ട് ഇപ്പഴാ റീസെന്റ് ഞാൻ കേട്ടത്. അത് കേരളത്തിന്റെ എന്താ പറയണേ, പാടാത്ത ഒരു പുല്ല് പോലും ഇല്ല. ആ പാട്ട് കേട്ട് അതില് സുജാതന്റെ ഒരു ഹമ്മിങ്ങില പാടിയത് പുല്ലായിരിക്കുന്നു. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് പാടി തരാം. അല്ല, അവക്കറിയാം, എന്നെക്കാ കൊള്ള അവക്കറിയാം. ഞാൻ പാടട്ടെ? അടിപൊളി. ഞാനും നമ്മൾ രണ്ടുപേരും നിശ്ചയത് പാടാം. അടിപൊളിയായിരിക്കും. ഞാൻ ഇപ്പഴാ സാറിന്റെ അടുത്ത് പറഞ്ഞ, സാർ എപ്പടി നീங்க அப்படி போட்டீங்க? ആ ഒരു ഇതില്, അതെ, അതേ ഒരു ജോണറില് അനുരാഗ വിലോചനായി അതുണ്ട്. എന്നിട്ട് കാതൽ വന്നതും കണ്ണീനുള്ള ഈ കാപ്പി എന്നൊരു രാഗമാണ് കേട്ടത്. അതിൽ എത്ര പാട്ട് അദ്ദേഹത്തിന്റെ ഉള്ളതെന്നറിയാമോ ഈ ഇതേ മൂഡില്. നീ പഠിക്കും ഞാൻ കൺകളാ പുസ്തകമാ. ഇതൊക്കെ ഏതൊരു പാട്ടാന്നറിയാവോ. തമിഴിൽ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സോങ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സില്ലിന് ഒരു കാതൽ നോക്കും, മുൻപേ വാ, ദാറ്റ് സോങ്. പിന്നെ ഒൻട്രാൽ രണ്ടാ മാസൈകൾ, വസീകര ഓഫ് കോഴ്സ്, അതെ അതൊക്കെ. പിന്നെ ദീപാവലി എന്ന് പറഞ്ഞൊരു മൂവിക്കകത്ത് ജയം രവി ആൻഡ് ഭാവന, കാതൽ പാടും കേട്ടാ. പാടിക്കോ. എനിക്ക് ലിറിക്സ് അറിയത്തില്ല. ലിറിക്സ് ഇപ്പൊ നോക്കും. തന്നെ പോകാതെ ഉണ്ട്, നീ ഇരുന്നാൽ ഞാൻ ഇരുപ്പേ, അങ്ങനെ സോങ്. നിങ്ങളിലൊരു നല്ല സിംഗർ ഉണ്ടെന്ന് പിന്നെ മുൻപേവ ഓഫ് കോഴ്സ്, മുൻപേവ പാടില്ല. മുൻപേവ പാടും, പക്ഷെ മുൻപേ ഞാൻ നിറയെ ഇടത്തിൽ പാടി. അതെ, ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നു. എത്രമാത്രം അത് ഇഷ്ടമാണെന്ന് മനസ്സിലായി. മുക്കുമൂല അല്ലല്ല, ആ കീബോർഡ് പീസ് വന്ന് ഇന്നുവരെയ്ക്ക് എവർഗ്രീൻ. അതിലെ ന്യൂയോർക്ക് നഗരം, അതെ. ഏറമാന്റെ ഫാൻ ആണല്ലേ? ഏറമാൻ സോങ്സ് ഓഫ് കോഴ്സ്, അതെ. അപ്പൊ പാടാം അല്ലേ? മുൻപേ വാ നൻപേ വാ ഓടി വാ ഉയരേ വാ, മുൻപേ വാ നൻപേ വാ പൂപ്പൂവായ് പൂപ്പൂവാനാ നാനാ കേട്ടേൻ என்னை நானே நானேயா நெஞ்சம் சொன்னதே முன்பே வா நன்பே வா ஓடி வா உயிரே വா. ബ്യൂട്ടിഫുൾ. വല്ല ഉണ്ണാലെ ഉണ്ണാലെ കത്തെ സോങ് എന്നല്ലേ, മുതൽ മുതലാകെ. അതെ 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 അതെ. ഉൻ പറവൈ നീലത്ത് ലിറിക്സ് നോക്കി പാടട്ടെ? ഓക്കെ. നിങ്ങളുടെ ഡ്യുവറ്റും പാടണേ. കരിമിഴി. യെസ്, കരിമിഴി. പിന്നെ കരിമിഴി കുരുവിയ എന്ന് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ഇവർ രണ്ടുപേരും കൂടെ. ഇപ്പോ യെസ്, കാണാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് ആണോ? കരിമിഴി അല്ല, ആനച്ചന്തമില്ലെന്ന് പാടാം. ഞാൻ ആനച്ചന്തം എവിടെ? ആനച്ചന്തം എവിടെ ഉണ്ട്? കണ്ടില്ല കാണക്കടവ് പൊന്നൂഞ്ചൽ പടിയേ നിന്നോട് ചിന്തും കേട്ടില്ല. ഓ കളപ്പുരക്കോളിൽ നീ കാത്തു നിന്നില്ല, മരക്കൊടക്കോണിവിൽ നീ ഒളിച്ചില്ല, പാട്ടൊന്നും പാടില്ല, പാൽ തുള്ളിന്റെ
പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല 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 കരിമിഴി കുരുവിയെ കണ്ടില്ല നീ ചിരിമണി ചിലമ്പൊളി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. ഡോണ്ട് സ്റ്റോപ്പ് എന്നായിരുന്നു നടുവിൽ എന്റെ പ്രൊണൗൺസിയേഷൻ എല്ലാം ഒന്ന് കേവലമായിട്ടായിരിക്കും. ദയവസെയ്ത് ഇത് ഡിസ്ക്ലെയിമറോടെ ഇരുന്നോ, അപ്പൊ എല്ലാരും എന്നെ തിട്ടും. അങ്ങനെ ആരും തിട്ടത്തൊന്നുമില്ല. ഞങ്ങൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലേ സ്നേഹിക്കുന്ന, അതിലൊക്കെ ഞങ്ങള് ഇല്ല മലയാളി പ്രൊണൗൺസിയേഷൻ എന്നെ മണ്ണിച്ച് എന്തിനാ എനിക്കൊന്നും എന്നോട് ക്ഷമിക്കുന്നു. നിങ്ങൾ ഈ സോങ്സിന് കൂടെ തന്നെ വേറെ എനിക്കെടുത്ത് പെറ്റിന്റെ കാര്യം. എന്റെ ഗോവിന്ദൻ ഗോവിന്ദനെ പഴയ വീട്ടിൽ വിട്ടിട്ട്. അയ്യോ അതല്ല, വിട്ടിട്ട് വന്നതല്ല, വിട്ടിട്ട് വന്നതല്ല. ഗോവിന്ദന് ഇല്ലല്ലേ ഞാൻ പറയാം. ഗോവിന്ദൻ ഇരിക്കുന്നു അല്ലേ, ഗോവിന്ദന് ഒരു സ്ട്രൈക്ക്. ഓക്കെ, ഞങ്ങള് ഫസ്റ്റ് സാലിഗ്രാമം എന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. ഗോവിന്ദന് സാലിഗ്രാമം മൊത്തം കാണാപ്പാടാം. ഏത് വീട്ടിൽ പോയാ എന്ത് കിട്ടും. കുറെ ലവേഴ്സ് ഉണ്ട് അവന്, മെയിൻ കുറെ ലവേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ഹൻസിക തന്നെ അപ്പുറത്തെ സലീം സാറിന്റെ വീട്ടിലെ പൂച്ചയാണ്. പക്ഷെ അതും എന്റെ ഫ്രണ്ടിലാണ് വളരുന്നത്. ഹൻസിക പൂനെ എപ്പോ പാരെ ഹൻസിക ഉമ്മൂച്ചുകൊണ്ട് നടക്കും. ഹൻസിക പൂച്ച കുട്ടി വന്നോണ്ടേയിരിക്കും. അപ്പൊ ഹൻസിക ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു റോജാക്കുട്ടി ഉണ്ട്, റോജാക്കുട്ടി പൂനക്കുട്ടി. അപ്പോൾ ഹൻസിക, ഗോവിന്ദൻ, റോജാക്കുട്ടി ഒരു ഫാമിലി ആയിട്ട് അവിടെ കഴിയുവാണ്. അപ്പം ഞാൻ ഇവനെ എടുത്തോണ്ട് വരാൻ, അവൻ മറ്റേ ആ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് വാങ്ങി. ആ ബാഗിൽ അവൻ ഇട്ടും അവൻ ഹാർട്ട് ഇതായി എന്നുവെച്ചാൽ പൂച്ചകൾക്ക് ആർക്കും അത് കേട്ടിന് ഇഷ്ടമല്ല. അവന് ഇതുവരെ ഇപ്പൊ അവന് 4.25 വയസ്സായി. അതായത് നമ്മുടെ ഇതനുസരിച്ച് പൂച്ചയ്ക്ക് 4.25 ആയെങ്കിൽ 38 വയസ്സായി. അപ്പൊ 4.25 വയസ്സെന്നുള്ള 38 വയസ്സാണ്. അങ്ങനെ അതങ്ങനെ ഇത് പൂച്ചയ്ക്ക് അങ്ങനെയാണെന്ന് പറയാം. എന്നിട്ട് ഇവനെ അപ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഇവനെ വല്ല മയക്കുവെടിയും വെച്ച് മയക്കി കിടത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നോ. അപ്പൊ പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആവുമെന്ന്. കാരണം ഇത് അവൻ മറ്റേത് ഞങ്ങളുടെ വീടൊന്നും അവന്റെ ടെറിട്ടറി, അവൻ ഇപ്പോൾ അവിടെ വീട്ടിലുണ്ട്. അപ്പം ഞങ്ങൾ ആരെങ്കിലും ഒരാള് പോയി അവന് ഫുഡ് ഇട്ട്, ബാക്കി ഫുഡ് അവിടെ വച്ച്, ഡ്രൈ ഫുഡ്, വെറ്റ് ഫുഡ് ഉണ്ട്, ഈ ചിക്കൻ ഇതുണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്ത് അടുത്ത പക്കത്തിലൊരു മാമിയുണ്ട്. ആ മാമി പാലും ഇഡലിയും തൈര് സാദവും കൊടുക്കും. പിന്നെ എതിരകത്തൊരു മാമിയുണ്ട്. ആ മാമി അവിടെയുള്ള എന്തെങ്കിലും വല്ല വെജിറ്റേറിയനാണ് മാക്സിമം. അവന് മറ്റേ എലിയെ പിടിക്കാനോ ഇത് പിടിക്കാനോ ഒന്നും ഉള്ള കഴിവില്ല. കഴിവ് ഞങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അവൻ ചോദിക്കുമ്പോഴെല്ലാം ഫുഡ് കൊടുത്ത ആള് ഗുണ്ടനായി. ബട്ട് ഇപ്പം 2 ദിവസമായിട്ട് കണ്ടില്ല. അവൻ വേറെ ഏതൊക്കെ, അതും ഇതൊക്കെ രസം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അടുത്ത വീട്ടിലൊരു വേറൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ അവർ പാട്ട് പാടും. ഇവന് ഈ ജനലിൽ കൂടെ ഇവൻ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഉറങ്ങുന്നത് ഉള്ളു. പക്ഷെ രാത്രി മാത്രം അവൻ്റെ ലീലാവിലാസ, ഇവൻ ഉറങ്ങുകയല്ല, രാവിലെ മുഴുവൻ ഉറങ്ങും. അപ്പം രാത്രിയിൽ ഈ ജനൽ അവന് കയറി വരണം തോന്നി വരട്ടെ എന്ന് വെച്ചാൽ ഒരു ജനൽ എപ്പോഴും തുറന്നായിരിക്കണേ. രാത്രി ഈ പൂച്ച അടുത്ത് കുറേ പൂച്ചകൾ വരും, അവരെയൊക്കെ വിരട്ടലും പരിപാടിയൊക്കെ രാത്രി. അതുകൊണ്ട് അവൻ വെളിയിലാണ്. അപ്പോൾ ഇവൻ ഈ ജനലിൽ കൂടെ ഞങ്ങളുടെ പാട്ട് രാവിലെ 7:30 ഞാൻ ക്ലാസ് തുടങ്ങും. അപ്പം കേൾക്കും. ഇപ്പോൾ അതും കർണാട്ടിക് മ്യൂസിക് സ്വരം കേട്ടാൽ ആ വീട്ടിലെല്ലാം പോവും. ഇവന് ദൂരേന്ന് കേൾക്കും. ഏതൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒരു വർണ്ണോ പാടുന്നതെന്ന് വെച്ചോ, ഗാഗരി ഗരി സരിഗാഗ പതത സരിഗാഗ ഗട പകരി ഗാഗ സദ, ഇത് ഇങ്ങനത്തെ കേൾക്കുന്ന വീട്ടിലൊക്കെ ഇവൻ പോവും. അത് അവരാ പറഞ്ഞേ ഞങ്ങളിവിടെ. അപ്പം അവനിവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതുപോലെ നല്ല രാഗം ഒക്കെ, രാഗം പാടിയ മനുഷ്യരേ ഇരിക്കുകയില്ല. ഇവന് രാഗം എത്ര പാടിയാലും. റീസെൻ്റ് ആയിട്ട് ഞാൻ ഈ മഴ ഫ്ലഡ് വന്ന നേരം ഒരു 16 പാട്ടെങ്കിലും പാടിക്കൊടുത്തു. അതിന്റെ ക്ലിപ്പിംഗ്സ് ഉണ്ട് എൻ്റെ കയ്യില്. അവസാനം ഉണ്ണി വാവാവോ അങ്ങനത്തെ എല്ലാം പാടി. അതെ അവനെ അതേ ഒരു ടോണിൽ തിരിച്ച് നമ്മള് ഇപ്പൊ സാപ്പ സരിഗമ പതിനിസ എല്ലാം ഈ ക്യാമറ ഓൺ ആക്കാതെ പറഞ്ഞ അവൻ അതേപോലെ ഇങ്ങനെ തട്ടായിട്ട് പാടുമോ. ഇപ്പൊ അവനെ അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. മോന്റെ കാര്യം, മോനും ഡാൻസർ, കൊറിയൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. എഞ്ചിനീയർ ആണ് അല്ലേ? അതെ ബിടെക് കഴിഞ്ഞ്
അല്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എഞ്ചിനീയർ എന്ന് വിളിക്കാൻ. അതെ അതെ അങ്ങനെയല്ല, അവ ഒരു ബയോടെക്നോളജി. അത് തന്നെ ബിടെക്. ബിടെക് വേറെ ബയോടെക്നോളജി വേറെ. എങ്ങനെ ആര് പറഞ്ഞു? അമ്മാനെ അറിയില്ലേ? അവ എന്ത് പഠിച്ചു അമ്മാനെ അറിയില്ലേ? അതായത് ബിടെക്. ഡേ സുന്ദർ, നീ എന്നടാ പഠിച്ചേ? ബ്രോ കൃഷ കൃഷ സുന്ദറിനെ വിളിക്കാം. ഇപ്പൊ തന്നെ നോക്കാം. എന്റെ ലൗഡ് സ്പീക്കറുടെ അല്ലേ വിളിച്ചിട്ട്. ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ ബിടെക് ആണ് കഴിഞ്ഞത്. ആണ്. ഇത്രയേ എനിക്ക് അറിയുള്ളൂ. നമുക്ക് നോക്കാം. ഇനി അതിന്റെ സബ്ജക്ട് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ബിടെക് ആണെന്നല്ലോ പറഞ്ഞു. ബിടെക് അറിഞ്ഞാൽ മതി. അതെ ബിടെക് കഴിഞ്ഞു. ഹലോ. ഡേ നീ എന്നടാ പഠിച്ച? നീ എഞ്ചിനീയറാ എന്നത്? ഇത് പുരില്ല. എടാ ഞാൻ നീ ബിടെക് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഈ ശിവാംഗി പറയാ അവൻ ബയോടെക്നോളജിയാ കഴിഞ്ഞെന്ന്. നീ ബിടെക് അല്ലേ കഴിഞ്ഞ? ഇവര് കേട്ടോണ്ടിരിക്കുക. ഇവിടെ വന്ന ഇന്റർവ്യൂവിന് വന്ന ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്. അപ്പൊ നീ എഞ്ചിനീയർ ഇല്ല തന്നെ? നീ എഞ്ചിനീയർ ഇല്ല തന്നെ? അപ്പൊ നീ എന്നതാ? നീ യാരതാ? അപ്പൊ നിനക്ക് സ്വന്തം ബ്രദറിന്റെ കാര്യം എനിക്കാണോ നിനക്കാണോ അറിയാൻ? പിന്നെ നീ എന്നെ വിചാരിച്ചോ? നീ ഏത് കോത്താഴത്തിലാടി ഇരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ. ശരി, ഓക്കെ, ബൈ. ഞാൻ ചോദിക്കണോ? അറിയാൻ പാടില്ലാത്ത കാര്യം പറയരുത്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാനല്ലേ എന്നെ പഠിക്കാൻ വിട്ടത്. അത് ഏത് കോളേജിൽ? അങ്ങനെയൊന്നും അവൻ പറയാറില്ല. അവൻ ഇപ്പൊ പറഞ്ഞത് എങ്ങനെന്താണ്? എഞ്ചിനീയറിംഗ്. എടി ശാസ്ത്ര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എഞ്ചിനീയറിംഗ് കോളേജാണ്. മനസ്സിലായോ? അതിനുള്ളിൽ ലോ കോളേജ് ഉണ്ട്. അതെനിക്കറിയാൻ പാടില്ല. ശാസ്ത്ര അല്ലല്ലോ പഠിച്ചേ. ബിടെക് കഴിഞ്ഞത് എന്റെ പൊന്നെ ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും അറിയാം. ശിവാംഗിക്ക് ഇനി എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എക്സ്ട്രാ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഏതായിരിക്കും? നന്നായി. എന്റെ ഏത് പഠിച്ച? നീ എന്ത് കഴിഞ്ഞ? ഇപ്പൊ ഞാൻ ഒരാളോട് ശിവാംഗി ബികോം കഴിഞ്ഞു പറഞ്ഞാ അങ്ങനെ പറയൂ? നീ ബികോം കഴിയോണ്ടല്ലോ ഞാൻ ബികോം കഴിഞ്ഞത്. ബികോം ഓണേഴ്സ്. അപ്പൊ സുന്ദർ പറയോ അവള് ബികോമോ എന്ന് പറയുവോ? പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും? എനിക്ക് ഹാർട്ടായി. ഓ ഞങ്ങൾക്കറിയില്ല. അമ്മമാരെയോ മകന്മാരെയോ എപ്പമേ നാളെ ഇത് എന്നടാ ഇത്? ഇവളുടെ അടുത്ത് ഓൾറെഡി ഞാൻ ഇച്ചിരി ചണ്ടയായിരുന്നു. ജഗട ക്യൂട്ട് ഫൈറ്റ്. ഇവള് റീസെന്റ് ആയിട്ട് സിംഗപ്പൂർ ബാലിയിൽ മേളിക്കാൻ പോയി. മേളിക്കാൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് 5 ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കാൻ. 5 ഫ്രണ്ട്സുമായിട്ട്, ഗേൾ ഫ്രണ്ട്സ് അല്ല. അപ്പോ നമ്മളെ കൊണ്ടുപോയില്ല. ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. നോക്കിയാ അതില് 2 ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ട്. അമ്മമാര് ചെറിയ വയസ്സ് തൊട്ടേ ഫ്രണ്ട്സ്. ഈ അമ്മ ഇരിക്കുന്നുല്ലേ, അമ്മ വന്ന് ഏത് അമ്മമാരുടെ കൂടെ ഫ്രണ്ട്സ് ആവൂല. ഇൻ ദ മീൻ ടൈം കറക്റ്റ് ഇവൾ എന്തൊക്കെയാ അമ്മമാരുടെ കൂടെ ഫ്രണ്ട്സ് ആവൂല. പക്ഷെ അമ്മ വന്ന് അമ്മാനെ വന്ന് നമ്മുടെ കൂടെ വെള്ളം വരണമെന്ന് ആഗ്രഹമായിരിക്കും. അങ്ങനെയാ ആ അമ്മമാര് നമ്മുടെ കൂടെ വന്നില്ല. എന്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അമ്മ ഞാൻ എങ്ങനെ കുടിച്ചു പോകാൻ പറ്റും? അപ്പൊ അമ്മയുടെ കൂടെ പോയാ അതൊന്ന് ഗേൾസ് ട്രിപ്പ്. അവരുടെ അമ്മമാര് വന്നത് പേടിയുണ്ട്, ഒരു മാതിരി ഗാർഡിയൻ മാതിരി വന്ന്. ഓൾസോ ആ 2 അമ്മമാരും ചെറിയ വയസ്സോട്ടെ ഫ്രണ്ട്സാ. അപ്പൊ അമ്മ ആ ട്രിപ്പിന് വന്നെങ്കിൽ എന്താ പ്രോബ്ലം? വന്നെങ്കിൽ അമ്മ നമ്മുടെ കൂടെ കൂട്ടിപ്പോയിരിക്കുന്ന കൂട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഒരു മുറിയിലിരുന്ന് കരഞ്ഞിരിക്കും. എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെന്ന്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലിപ്പോ എന്ത് പറ്റില്ല. ഗേൾസ് ട്രിപ്പ് ഇസ് എ ഗേൾസ് ട്രിപ്പ്. ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത്. പറ്റില്ല, വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മക്കൾ പറയണം. മക്കളുടെ അമ്മമാര് പക്ഷെ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ആണ്. ട്രിപ്പ് ഒരേ ഫ്ലൈറ്റ് മാത്രം ഒരുമിച്ച്. അവർക്ക് വേറെ ഇടത്തിൽ വേറെ വണ്ടി, വേറെ ഇത് എല്ലാമേ ഇവർ കൂടെ കൂട്ടുകയല്ലെന്ന്. ബിക്കോസ് ഇറ്റ്സ് എ ഗേൾസ് ട്രിപ്പ്. എപ്പോഴും ഞങ്ങൾ ഞങ്ങൾ എല്ലാരുമേ സിംഗേഴ്സാ. 5 പേരും പോയത് സിംഗേഴ്സ് ആണ്. 5 പേര് സിംഗേഴ്സ് ആണ്. എപ്പോഴും ഷോനെല്ലാം പോകുമ്പോ അവരുടെ അമ്മ കൂടെ വരും.
ഇപ്പൊ ഞാൻ ഷോയ്ക്ക് പോയാ എന്റെ അപ്പാവോ അമ്മാവോ കൂടെ വരും. അപ്പോ ഗേൾസ് ട്രിപ്പിനും ഷോന് പോകുന്ന ട്രിപ്പിനും എന്ത് വ്യത്യാസം? So you don't want to take her. യാ അതുതാ പ്രോബ്ലം. ഇതുക്ക് അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഷോന് പോയാലും സ്പേസ് വേണം. യാ ഉന്നോட ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സ് സ്പേസ് വേണം. ഇന്നൊന്ന് ഷോന് ഇവരാ വരുന്നേ, ഷോന് പോയാ ഇവരാ കൂട്ടിട്ട് പോകുന്നേ. അപ്പോ ഞങ്ങള് തനിയെ ഒരു അബ്രോഡിൽ പോയി മേളിക്കണമെങ്കിൽ അവിടെ അമ്മ അപ്പ ആയിരുന്നെങ്കിൽ അപ്പൊ ഞങ്ങൾ എന്ത്? അതൊരു പ്രശ്നം. അപ്പൊ എല്ലാരും പറയും ഇല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള പ്രശ്നം, നീ കല്യാണം കഴിച്ചിട്ട് എന്ത് വേണ ചെയ്തോടി അങ്ങനെ എന്ന് പറയും. മുടി കളർ അങ്ങനെ അമ്മ പറയില്ല. അമ്മ എന്റെ അമ്മ അങ്ങനെ പറയില്ല. അങ്ങനെ എന്റെ അമ്മ പറയില്ല. പക്ഷെ മിച്ച അമ്മ കള്ള പറയും. അപ്പൊ അമ്മ അടിപൊളിയല്ലേ? അടിപൊളി അമ്മയാ. പക്ഷെ എന്റെ കൂടെ വന്ന് പ്രിയങ്ക എന്നൊരു സിംഗർ ഇവിടെ വെരി പോപ്പുലർ. അപ്പൊ വന്ന് ആ സിംഗറിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എല്ലാ കൂടെ എവിടെ പോയാലും അവരുടെ അമ്മ വരും കൂടെ. അപ്പൊ ഈ ട്രിപ്പിൽ മാത്രമാണ് ഞങ്ങൾ ഒരുമാതിരി തനിയായിരുന്നു, ഒരുമാതിരി ഭയങ്കര ഫൺ ചെയ്ത്. അമ്മ ഇരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പെക്ട്, ഒരു കോഷ്യസ് അതൊക്കെ വരില്ലേ? റെസ്പെക്ട് എന്റെ അമ്മയ്ക്ക് റെസ്പെക്ട് ഇല്ല, പക്ഷെ മിച്ച അമ്മമാരിക്കുമ്പോ റെസ്പെക്ട് ആവില്ലേ? അപ്പൊ ഒന്ന് എന്റെ അമ്മ ഇരിക്കുമ്പോ എന്താണ് സംസാരിക്കും. പക്ഷെ മിച്ച സിംഗേഴ്സിന്റെ അമ്മ ആയിരുന്ന ഭയങ്കര ഒരുമാതിരി ബഹുമാനം ഉണ്ടാവില്ലേ? അപ്പൊ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇമാതിരി പ്രിയങ്കാവ നീങ്ക എപ്പോ തനിയാ വിടുവീங்க? അവ കല്യാണം பண்ணிட்டு അവ പുരുഷനോட வரட்டும். ഇങ്ങനെയാണ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഇരുന്നാലും അമ്മനെ ആര് വിളിക്കും? ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പോകും. അമ്മയുടെ ഹസ്ബൻഡിന്റെ കൂടെ പോകും അല്ലേ? മോൻ അവനൊരു ഫോറിൻ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ആഗ്രഹം. അപ്പൊ അവൻ അവന്റെ ഭാര്യനെ കൂട്ടിട്ട് പോകും. ரொம்ப சூப்பரான ஃபேமிலி. ഇവര് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പണ്ട് ഇവള് 10th അവൻ 8th പഠിക്കും. ആദ്യം ഇവരെ ഫസ്റ്റ് കൊണ്ടുപോയത് അമേരിക്കയിലാണ്. ബ്രദറിലോ അവിടെ ഇവരുടെ ക്രിസ്ത്യൻ്റെ റിലേറ്റീവ്സ് മിക്ക എല്ലാവരും അവിടെ. അപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ കച്ചേരിക്ക് പോകാറുണ്ട്. അതല്ലാതെ തന്നെ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു. അതുപോലെ അവിടെ ഇവൾക്ക് അവിടെ പോകണം, സിംഗപ്പൂർ, മലേഷ്യ ട്രിപ്പ്, കോളേജിൽ നിന്നൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പ് വരും. എല്ലാം കൊച്ചു പൊക്കോട്ടെ, പാവ എൻജോയ് പൊക്കോട്ടെ, അങ്ങനെയൊക്കെ വിടും കേട്ടോ. എല്ലാം ചെയ്തു. അപ്പൊ എന്റെ സ്കൂൾ ട്രിപ്പ് ഫസ്റ്റ് അല്ല വണ്ടലൂർ സൂ കൂട്ടി കൊണ്ടുപോയിരുന്നു. 3ാം ക്ലാസ് വണ്ടലൂർ സൂ അവിടെ 3ാം ക്ലാസ്സിൽ അതും വിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തൊട്ട് പറയാ, ഫസ്റ്റ് വണ്ടലൂർ സൂ മുതക്കുണ്ട്. എന്നിട്ട് കോളേജ് സ്കൂളിൽ മൈസൂർ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം വിടും. എന്നിട്ട് കോളേജിൽ സിംഗപ്പൂർ, മലേഷ്യ ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിനും വിട്ടു. സോ എല്ലാത്തിനും ഞാൻ ഒന്ന് എനിക്ക് തനിയാ പോയി എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ വിട്ട അടുത്ത സോളോ ട്രിപ്പ്, തനിയെ ഒരു ട്രിപ്പ് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം. യാ ബിഫോർ മാരേജ് ഐ ഷുഡ് ഗോ ഒരു സോളോ ട്രിപ്പ്. അത് എവിടെങ്കിലും എനി ഏഷ്യൻ കൺട്രി. എന്തിനാ ഭയങ്കര യൂറോപ്പ് സൈഡിലും പോയാ. ഞങ്ങള് തായ്ലൻഡ് വരെ ഞങ്ങക്ക് തന്നെ പോയി കൂടായിരുന്നോ? മക്കളെയും കൊണ്ട് പോകണോ എല്ലായിടത്തും ഇവരെ പറഞ്ഞു. തായ്ലൻഡ് അല്ല ഫാമിലിയിൽ പോയല്ലെന്ന്. ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയ ഒരേ ആഭാസം. ഈ അമ്മനെ എനിക്ക് വെക്കപ്പെടണോ ഇല്ല, ഈ അമ്മ വെക്കപ്പെടണോന്ന് എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. അതല്ല ഫ്രണ്ട്സോ ഇല്ല ലവേഴ്സിന്റെ കൂടെയോ വരുന്ന സ്ഥലം, അവിടെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ ഇല്ലേ മസാജ്. അത് പെണ്ണാണോ ആണാണോ എന്ന് കൂടെ അറിയില്ല. അയ്യോ വലിയൊരു അബദ്ധം പറ്റിട്ടോ. അതായത് അവിടെ ഈ മറ്റേ ഒരു ഡാൻസ് ഷോ ഉണ്ട്, കണ്ടിരിക്കേണ്ട ഡാൻസ് ഷോ. ഭയങ്കര രസ. പെണ്ണുങ്ങള് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരട്ടെ നടക്കുക സമ്മായിട്ട് ഇങ്ങനെ ഷേപ്പ് അല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര അവരെ മറ്റേ വലിയ കിരീടമൊക്കെ വെച്ച് അവരിങ്ങനെ നിന്ന് ഭയങ്കര രസമാണ്. അപ്പൊ ഈ ഡാൻസ് കഴിഞ്ഞ് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ $10 എത്രയോ കൊടുത്തു. ഇല്ല ഞാൻ എന്റെ ബ്രദർ അവർ ഫോട്ടോ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കും, ഫോട്ടോ എടുക്കാൻ കാശ് എടുക്കണം. അപ്പൊ അവര് വന്ന് നിന്നോണ്ടിരുന്നു ഇങ്ങനെ ഫുള്ളാ ഡാൻസ് എല്ലാം ആടിയിട്ട്. ഞാൻ സുന്ദര ഡേയ് என்னடா இப்படி இருக்காங்க, அவங்க கூட வந்து ഫോട്ടോ എടുക്കണം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഫോട്ടോ എടുക്കാന്ന് ഞാൻ എന്റെ ബ്രദറും പോയി. ഞാൻ എന്റെ ബ്രദറോട് ആണെങ്കിൽ അവർ ഇത്ര ഹൈറ്റ്. അപ്പൊ ഞാൻ ഹൗ മച്ച് അങ്ങനെ ചോദിച്ചു. 100 ബാറ്റ് അങ്ങനെയെന്ന് വയസ്സില്. അതായത്
എന്നിട്ട് അവര് നമ്മൾക്ക് ഇതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉമ്മയൊക്കെ തരും. അപ്പൊ സുന്ദറിനെ ഉമ്മ വെച്ചപ്പോൾ ഞങ്ങളെല്ലാം കളിയാക്കി, പെണ്ണുമ്മ കൊടുക്കുന്നു, ഞാനൊക്കെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കി. അവനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ശിവാങ്കിക്ക് കൊടുത്തു. എന്ന് എനിക്ക് ഉമ്മ വേണമെന്ന് പറഞ്ഞു. ഭയങ്കര സുന്ദരിയാണ്. ഞാനും ഉമ്മയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആണുങ്ങളായിരുന്നു. ആണുങ്ങൾ, ശരിക്കും ആണുങ്ങൾ, വേറെ മറ്റേ കമ്മ്യൂണിറ്റി പെട്ട ഒന്നുമല്ല. അവിടെ ആണുങ്ങളുടെ ഏറ്റവും വലിയ വരുമാനം പെൺവേഷം കിട്ടി. അതിലൊരാണിനെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. കാരണം എന്താ വെച്ചാൽ ഫോളോ ചെയ്യുന്ന വെച്ചാൽ അവര് ആ ആണെങ്ങനെയാണ് പെണ്ണായി മാറുന്നത്. എന്തൊരു ഭംഗി ഇല്ല. അത് ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ പോകുമ്പോ ഈ മസാജ് അതിനൊക്കെ ആയിരിക്കും അല്ലേ, എന്നത് ടൈം മസാജ് 100 baht അങ്ങനൊക്കെ വിളിക്കാം. എന്നിട്ട് പോയോ? എങ്ങനെ പോകാൻ പറ്റി? എന്നാ അപ്പ പോയി ആണല്ലേ. ഞാൻ പറഞ്ഞു വിട്ടു ഇവരുള്ളോണ്ട് നല്ല. പക്ഷെ പാവം ഞങ്ങള് മാളിലൊക്കെ പോയപ്പോഴത്തേക്ക് മസാജ് ഫുഡ് ഭയങ്കര രസമാട്ടോ. പക്ഷെ നല്ല രസമാണ്. ഹാപ്പനിങ് സിറ്റി. അതെ അതെ അതെ. അല്ല, ഞങ്ങൾ അങ്ങനെ എവിടെയും പോവാൻ എല്ലാരെയും കൊണ്ട് പോകുന്നെന്ന് പറയാം. അനീഷ് അവിടെ ഇരുന്ന് അതെ അതെ, ഡെഫിനറ്റ്ലി നിങ്ങൾ പോണം. അതെ അതെ, നല്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഷോസ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. അവിടെ ഒരു ഏരിയയിൽ തന്നെ ഇരുന്ന് കുറെ ആൾക്കാർ കാണാനൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഉള്ളിൽ വലിയ തിയേറ്ററിൽ അവര് റെഡി ആവണത് കാണണം. ഞാനിപ്പോ നോക്കി ഈ തായ്ലൻഡിൽ ഈ പെണ്ണുങ്ങളുടെ ഒരാളെ മൊത്തം കണ്ടുപിടിച്ചു. അപ്പോഴാണ് അത് ശരിക്കും പെണ്ണാന്ന് വിചാരിച്ചോണ്ട് അതിലൊരാളെ ഉമ്മ വെച്ചത് നമ്മളെ പെണ്ണാണെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. അവർ നല്ല, അതായത് നിങ്ങളെപ്പോലെ ആണുങ്ങളാണ്, പക്ഷെ അവരെല്ലാം ഷേവ് ചെയ്തെല്ലാം ആ രസം. അവര് അത് ഡ്രസ് ചെയ്യണത് ഭയങ്കര രസമാണ്. പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല എങ്ങനെ ഡ്രസ് ചെയ്യാൻ. കൃഷ്ണ, ഈ പെണ്ണ് പറയാണേ പിന്നെ ശിവ, ഞാൻ പറഞ്ഞ സുന്ദർ അപ്പൊ ബിടെക് ആണെന്ന് ഇവിടെ പറയാ. ബിടെക് അല്ലെന്ന് ഇവരോട്. അയ്യോ, ബിടെക് അല്ല, അവൻ ബയോടെക്നോളജിയാണ്. സ്പെസിഫിക് കാര്യം പറഞ്ഞു അല്ലേ? അല്ല, നീ എഞ്ചിനീയറിനോടാ പഠിച്ചത് എന്ന് നമ്മള് ചോദിക്കുക. ഇപ്പൊ എല്ലാം കൺഫ്യൂഷൻ മാറിയല്ലോ. മാറി അല്ലേ? നിനക്ക് എന്തറിയാം? ഓ, ഈ അമ്മ ഇരിക്കുന്നു അല്ലേ, ഈ അമ്മയാണ് ശരിയല്ല. ഒരു മെച്യൂരിറ്റി ഇല്ല 50 വയസ്സായിട്ട്. അതല്ലേ ചെറിയ പ്രായമായിട്ടിരിക്കുന്നു, ചെറിയ പോലെ ഇരിക്കുന്നു അല്ലേ? ഒരു ഇടத்துல കൂട്ടിട്ട് പോறதுக்குள்ள നമ്മുടെ മണ്ട വെടിച്ച് ഭയങ്കര പ്രശ്നം. അതെ, കൊഞ്ചം വിഷയമാ. നേരെ മുകളിൽ നോക്കാൻ എന്റെ ആളിരിപ്പുണ്ട്. എന്നെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ്. ഒരു 10 മിനിറ്റ് പുള്ളിയോട് സംസാരിച്ചിരുന്നാ എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി. ഇല്ല, ഇപ്പൊ എന്താന്നറിയോ, കസിൻസ് എല്ലാം വന്നിട്ട് അമ്മ ഒന്ന് ഒരു സ്ഥലത്തിൽ പോവാം അങ്ങനെയെന്ന് വന്ന് പറഞ്ഞു. ആ സ്ഥലത്തില് നിറയെ എന്റെ കസിൻസ് വന്ന് ചോറ് കഴിക്കില്ല. പക്ഷെ ആ സ്ഥലം വന്ന് ചോറ് കഴിക്കുന്ന സ്ഥലം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എല്ലാവർക്കും ഇത് വേണോ വേണ്ടയോ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ എന്താ ആലോചിച്ചു, എല്ലാരും ഒരു സ്ഥലത്തിൽ പോണം, നല്ലതായിട്ട് കഴിച്ചിട്ട് വരണം. അങ്ങനെ ഈ അമ്മ ഇരിക്കുന്നു അല്ലേ, എല്ലാരും അവിടെ പോവാം, ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ചപ്പാത്തി കഴിക്കാന്ന്. ഇതിനെന്തിനാ അങ്ങോട്ട് പോയി കഴിക്കുന്നു? ഇതൊക്കെ കുറ്റമാണോ? ഇല്ലില്ല, ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ടിന് മുകളിൽ ആള് വന്നു. ഞങ്ങൾ ഇവിടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റിനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തഗ്ഗിന്റെ ഇതിലൊക്കെ നിങ്ങളുടെ ഫാമിലി ഏറ്റവും വലിയൊരു തഗ് പറയുന്ന ആള് എനിക്ക് തോന്നുന്നു അല്ലേ? സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശരി, നമുക്ക് കളക്റ്റീവാ ഒരു ഡിസിഷൻ എടുത്തു, നമുക്ക് വേറൊരു സ്ഥലത്തിൽ പോവാം. എഞ്ചിനീയർ വന്നല്ലേ? അതെ. എടാ, നിന്നെ കുറിച്ച് നിന്റെ ചേച്ചി എന്താ പറഞ്ഞെന്നറിയാമോ? പറഞ്ഞു. അപ്പം മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞേ. ഉടനെ പറയാ എഞ്ചിനീയറിംഗ് ഒന്നും അല്ലെന്ന്. നാട്ടുകാർ എന്ത് വിചാരിക്കും? ഞാൻ എന്താ പറഞ്ഞല്ലേ? ഇല്ല, അങ്ങനെ നോക്കിയാ അവരും പറഞ്ഞിട്ടുണ്ട്. ആരോ ഒരാൾ ഉങ്ക അക്ക സിംഗറാ എന്ന് ചോദിച്ചപ്പോ അവ സിംഗറിലോ അല്ല കോമാളിയാ, അങ്ങനെ അവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആകെ നല്ല ഫാമിലി, മനസ്സിലായല്ലോ. 2 ദിവസം ഇവിടെ നിന്നിട്ട്
ചേട്ടാ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് കടയ്ക്ക് വേറെ ഇടത്തി പോന്ന് ഞാൻ ആളിനെ വിളിച്ച് ഇത് மாதிரி அங்க என்னென்ன இருக்கு அப்படின்னு ചോദിച്ചു. അപ്പൊ வந்து ജാക്ക് ഫ്രൂട്ട് ബിരിയാണി ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ജാക്ക് ഫ്രൂട്ട് ബിരിയാണി, വടുമാങ്ങ ഇട്ട ഇഡ്ഡലി ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞോണ്ടിരിക്കുക. പറഞ്ഞിട്ടില്ലേ ആ ആള് ഫോണിലിരിക്കുമ്പോഴേ ഇടി അതെല്ലാം വായി വെക്കാൻ കൊള്ളില്ല അങ്ങനെ പറയാ. അമ്മമ്മയുണ്ട്, അമ്മയുടെ അമ്മ ഇതേ സ്വഭാവം. നമ്മൾ നല്ല ഗമയില് ഒരുങ്ങിട്ട് വെളി പോകും. അയ്യേ നിന്റെ മുഖം കണ്ടോടി കൊള്ളൂല അങ്ങനെ പോകും പറയും വെളി പോകുമ്പോ. ഈ അങ്ങനെ അമ്മമ്മയുടെ സ്വഭാവം. ഇല്ല ജാക്ക് ഫ്രൂട്ട് കടച്ചക്ക ഇല്ലേ, കടച്ചക്ക ഇട്ട ബിരിയാണി ഇത്രയുള്ള പീസ് ഉണ്ടാവും കടച്ചക്ക. അത് നിങ്ങൾ കഴിച്ചില്ല, സൂപ്പർ ഉണ്ടാവും. ചിക്കനോടുണ്ടെങ്കിൽ നമുക്ക് ആ പക്ഷം മാത്രം. പക്ഷെ ഞാൻ വെജിറ്റേറിയൻ അല്ലേ, സോ അത് വന്ന് പ്യൂർ വെജിറ്റേറിയൻ. ഒരുത്തം ബ്രഷുമായിട്ട് നിങ്ങൾ ഇപ്പൊ ടൈം നോക്ക്, 12:45 അതപ്പോ ബ്രഷുമായിട്ട് നിൽക്കണം. വീടുണരുന്ന സമയം കുഴപ്പമില്ല. നിങ്ങൾ ഈവനിങ് ഒക്കെ ചില്ല് ചെയ്യാൻ എവിടെയാ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഈവനിങ് ഒക്കെ എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോവാ? എവിടെ ഇവര് വന്ന് ഫുള്ള് രാവിലെ 6 മണിക്ക് തുടങ്ങിയ നൈറ്റ് 11. അല്ല ഞങ്ങള് ഫ്രീ ആണ് നേരത്തെ ക്ലാസ്സസ് അങ്ങനെ കുറച്ച് ബിസി ആയിട്ട് പോകും. ഇപ്പൊ സീസൺ ടൈം അല്ലേ, നാളെ കഴിഞ്ഞ് കച്ചേരി ഉണ്ട്. ഇവള് നമുക്ക് പാരായിട്ട് അമ്മ വന്ന് എക്സ്ട്രോവേർട്ട്, അതിന് ഞാൻ പറയാം. അപ്പ വന്ന് അമ്മ വന്ന് ലൗഡാ സംസാരിക്കും. അപ്പ വന്ന് എല്ലാം അപ്പനുള്ളിൽ വെച്ചിരിക്കുക, അമ്മ വന്ന് എല്ലാം വെളി തുറന്നു പറയും. അപ്പ വന്ന് എല്ലാം ചിട്ടയായിട്ടിരിക്കുക, അമ്മ ചിട്ടയായിരിക്കും പക്ഷെ വേറെ മാതിരി. അപ്പ വന്ന് എല്ലാം അലമ്പാക്കും, അമ്മ വന്ന് അതിനെ ശരിയാക്കും. അപ്പൊ എങ്ങനെ ക്യാരക്ടർ സിമിലർ. അതിന് അപ്പയെ ഇവര് തൈര് സാധനം പറയുന്നത്. അതെ അപ്പ തൈര് സാധനം. അപ്പൊ അമ്മ ആരാടി? അമ്മ മുന്തിരിക്കൊട്ടെ, കാന്താരി. മുന്തിരിക്കൊട്ട റിലേറ്റ് മുന്തിരിക്കൊട്ടെ ഇവിടെ വന്ന് എല്ലാத்தையும் എതും മനസ്സിലേ ഉണ്ടാവില്ല, ശരിയാണ് ഒരു ബേക്ക്